ഹായ് ഹലോ വെൽക്കം ബാക്ക് ജെയിൻ ഫാഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കലങ്കാരി വീഡിയോസാണ് കേട്ടോ. 2 പീസും ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ടോപ്പിന് മെറ്റീരിയൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആയിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ. നമുക്ക് 2 പീസായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 2.50 മീറ്റർ മെറ്റീരിയൽ പ്ലസ് ദുപ്പട്ട എന്നുള്ള കൺസെപ്റ്റിൽ കലങ്കാരി മെറ്റീരിയൽ ആയത് പ്യുവർ കലങ്കാരിയാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡിലായിട്ട് നമുക്ക് ഹാൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഒറിജിനൽ കലങ്കാരിയാണ്. അല്ലാതെ കലങ്കാരിയുടെ പ്രിൻറ്റുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് ലൈനിങ് ഓപ്ഷണലാണ് കേട്ടോ. അതുപോലെ തന്നെ കലങ്കാരിയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വിഡ്ത്ത് വരുന്നത് ഒരു 44 എബോവ് വരുന്നുണ്ട്. 44നും 47നും ഇടയ്ക്ക് ആ ഒരു 45-46 ഇഞ്ചോളം വിഡ്ത്ത് വരുന്ന മെറ്റീരിയലാണ്. 2.50 മീറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മാച്ചിങ് ദുപ്പട്ടായി അവൈലബിൾ ആണ്. ഇത് സ്ഥിരം നമുക്ക് അറിയാം, നമ്മൾ ചാനൽ സ്ഥിരം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ദുപ്പട്ടയുടെ കൺസെപ്റ്റ് വരുന്നത് മിഡിൽ പോർഷനിൽ, അതായത് ഈ ബോട്ടമല്ല, ആ ഒരു മെറ്റീരിയലിൻ്റെ ഡിസൈൻ തന്നെ ആയിരിക്കും. പിന്നെ നമുക്കൊരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലു പോർഷനിലോട്ട് വരുമ്പം ഡിസൈനിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. 2.35-40 മീറ്ററിൻ്റെ ലെങ്തിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ലെങ്തും വിഡ്ത്തും ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. 850+ കൊറിയറാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇത് 2 പീസേ ഉള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ 2.50 മീറ്ററിൻ്റെ മെറ്റീരിയൽ നമുക്ക് ഒന്നെങ്കിൽ ടോപ്പിന് എടുക്കാം അല്ലെങ്കിൽ ബോട്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു കോഫി ബ്രൗണിനോടടുത്ത് വരുന്നൊരു, അല്ലെങ്കിൽ ലിവർ റെഡിൻ്റെ ആ ഒരു ബേസിൽ വരുന്നതാണ് കേട്ടോ. കോഫി ബ്രൗൺ ആ ഒരു നല്ല ഡാർക്കർ ബേസിൽ വരുന്നതാണ്. ഇത് ഫസ്റ്റ് വൺ 850+ കൊറിയറാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ടോപ്പായിട്ട് നമുക്ക് റണ്ണിങ്ങിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽ. ഇത് മംഗലഗിരി കോട്ടണിൽ വരുന്നതാണ്. അതായത് നമുക്ക് പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്. 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നതാണ്. ഇത് നമുക്ക് ടോപ്പിന് എടുക്കാം അല്ലെങ്കിൽ ബോട്ടത്തിന് എടുക്കാം. ഏതിന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 44 ഇഞ്ച് വിഡ്ത്ത്. ഇതിന് 110 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ടോപ്പിനോ ബോട്ടത്തിനോ നമുക്ക് ഈ ഒരു ബ്ലൂ മെറ്റീരിയൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്, നമ്മുടെ ചോയ്സാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ ബാക്കി കളേഴ്സും കൂടി കണ്ടുപോകാം. ഇത് ഫസ്റ്റ് വൺ വരുന്ന ബ്ലൂ ആണ്. 110 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മിക്സഡ് ഒരു പെർപ്പിളിൻ്റെ ബേസിൽ വരുന്നതാണ് കേട്ടോ. ഇത് കൂടുതലും 2 ത്രെഡ് വെച്ചായിരിക്കും കേട്ടോ ഇതിന് വീവിങ് വരുന്നത്. സെയിം ഷെയ്ഡിലാണെങ്കിൽ തന്നെ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ്സ് വെച്ചായിരിക്കും കേട്ടോ വീവിങ് വരുന്നത്. ഇത് വരുന്നത് നല്ല മെറൂണിഷ് ബേസിലാണ്. അപ്പോൾ മെറൂണും ബ്ലാക്കും കൂടെയാണ് വീവിങ്ങിൽ വരുന്നത്. ഇത് പിന്നെ നല്ലൊരു ഡാർക്കർ ഗ്രീൻ ബേസിലാണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇതൊരു ലൈറ്റ് പേർപ്പിൾ ബേസിൽ വരുന്നതാണ് കേട്ടോ. ഒരു പിങ്ക് പ്ലസ് പേർപ്പിൾ ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. അല്ലെ ലോട്ടസ് പിങ്ക് എന്നൊക്കെ പറയുന്നത്, അതിനോടൊക്കെ ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡിലാണ്. ഇത് വരുന്നത് ഗ്രീൻ ആകുമ്പോൾ ലൈറ്റ് ഡാർക്ക് ഗ്രീൻ്റെ ഷെയ്ഡിലാണ് കേട്ടോ ഇതിനകത്ത് വീവിങ് വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് വരുന്നത്. ഇതൊരു റാമ ഗ്രീൻ എന്നൊക്കെ പറയുന്ന, അല്ലെ ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ബ്ലൂവിൻ്റെ വേറൊരു ഷെയ്ഡാണ്. അപ്പോൾ ബ്ലൂ ആൻഡ് ഒരു ഡബിൾ ഷെയ്ഡ് ഇഫക്റ്റിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. ബ്ലൂവും മെറൂണും ത്രെഡ് കൊണ്ടാണ് കേട്ടോ വീവിങ് പോയേക്കുന്നത്. ഇത് പിന്നെ ഒരു ലൈറ്റർ ബ്ലൂ. ഇത്രയും ഷെയ്ഡ്സാണ് നമുക്ക് ടോപ്പിന് അല്ലെ ബോട്ടത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. 44 ഇഞ്ച് വിട്ട് നല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. 110 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം കാണിക്കുന്ന 2 പീസ് ഓപ്ഷനിൽ ടോപ്പിനോ ബോട്ടത്തിനോ വേണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സ് കോട്ടണിൽ നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുണ്ട്, അതെടുക്കാം. അത് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് റാക്കിലിരിക്കുന്ന പോലെ ഞാനൊന്നിടാം. ഫ്ലെക്സ് കോട്ടണിൽ വരുന്നത്. അപ്പം ഇത്രയാണ് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾക്ക് ക്യാമ്പ്രിക്ക് തന്നെ പ്ലെയിൻ ക്യാമ്പ്രിക്കിൽ വരുന്നുണ്ട് കേട്ടോ. ജയ്പൂർ കോട്ടൺ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ. അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിനോ അല്ലെങ്കിൽ ബോട്ടത്തിനോ പ്ലെയിൻ മെറ്റീരിയലായിട്ട് ഓപ്റ്റ് ചെയ്യാം. പിന്നെ കോട്ടൺ സ്ലബിൽ വരുന്നുണ്ട്, അതും ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ വേറെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് നെക്സ്റ്റും ആ ഒരു ഇപ്പോൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ബേസ് ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു ലിവർ റെഡ് അല്ലെങ്കിൽ ഒരു കോഫി എന്ന് പറയാൻ പറ്റത്തില്ല. കോഫി ബ്രൗൺ എന്ന് പറയുന്നത് വേറെ ഒരു ബ്ലാക്കിൻ്റെ വേറെ ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല ലിവർ റെഡിലൊക്കെ ആ ഒരു ബേസിൽ വരുന്നതാണ് കേട്ടോ.
ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ 2.50 മീറ്റർ ഉണ്ട്. പിന്നെ പ്ലസ് മാച്ചിങ് ദുപ്പട്ട എന്നുള്ള കൺസെപ്റ്റിലാണ് കേട്ടോ. ഇതിനൊരു ബോർഡർ ഡീലിങ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെ നല്ലതാണ് കേട്ടോ. ടോപ്പിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് മാച്ചിങ് ദുപ്പട്ടായും കിട്ടും. ഇത് 850 പ്ലസ് കൊറിയറാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഇത് ഒരു ഗ്രീൻ്റെ ബേസിൽ വരുന്നതാണ് കേട്ടോ. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്ററായിട്ടുള്ള ഗ്രീൻ അല്ല വരുന്നത്, കുറച്ച് സെറ്റിലായിട്ടുള്ള ഒരു ഗ്രീനിലാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ടും ഇതിനകത്ത് ഷെയ്ഡ്സ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ, ബ്ലൂ, പിങ്ക് അങ്ങനെയുള്ള ഷെയ്ഡ്സാണ് കേട്ടോ. കൂടുതലും മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഇതിനകത്ത് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഒരു ലൈറ്റർ റെഡാണ്, അപ്പോൾ ഒരു പിങ്ക് പോലെ തോന്നുന്ന ഒരു റെഡിൻ്റെ ബേസിലാണ് കേട്ടോ വരുന്നത്. ഗ്രീനാണ് ബേസ് വരുന്നത്. 850 ആണ് കേട്ടോ റേറ്റ് രണ്ടിൻ്റെയും കൂടെ. അതായത് ഇത് ദുപ്പട്ടയുടെ പല്ലു പോർഷൻ വരുന്നതാണ്. ഇങ്ങനെ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട്. 850 പ്ലസ് കൊറിയർ. പിന്നെ ഇതൊരു ബ്ലാക്ക് ബേസ് ആണ് കേട്ടോ. ബ്ലാക്കിൽ ബ്ലൂ ആൻഡ് മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ അകത്ത് കോമ്പിനേഷൻസ് വരുന്ന കളേഴ്സിൻ്റെ ഷെയ്ഡ്സിൻ്റെ. ഇതെല്ലാം ഒറിജിനൽ ഹാൻഡ് മെയ്ഡ് അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്ന കലങ്കാരിയുടെ ഐറ്റംസ് ആണ് കേട്ടോ. 45, 46, 47 ഇഞ്ചോളം വിട്ട് വരുന്ന മെറ്റീരിയലാണ്. എബോവ് 44 ആണ് വരുന്ന മെറ്റീരിയലാണ്. 2.50 മീറ്ററിൻ്റെ മെറ്റീരിയൽ. ഡിസ്ക്രിപ്ഷൻ പ്ലസ് മാച്ചിങ് ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ഇത് ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടോ. 1-2 ബ്ലാക്ക് ബേസും കൂടെ വരുന്നുണ്ട്. ഇത് നല്ല റെഡാണ് വരുന്നത്, നല്ല ഡാർക്ക് റെഡ്, നല്ല റെഡിഷ് മെറൂൺ ആ ഒരു ബേസിൽ വരുന്നതാണ് കേട്ടോ. ഇതിനകത്ത് മുമ്പേ കാണിച്ച ബ്ലാക്കിൻ്റെ തന്നെ റെഡ് തന്നെയാണ്. ബ്ലൂ ആൻഡ് മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ ഇതിനകത്ത് കോമ്പിനേഷൻസ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്, അതുകൊണ്ട് എന്താ പറയുക, ഫസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതിനകത്തൊരു കമ്പ്യൂട്ടർ പ്രിൻറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെയോ ഒരു പെർഫെക്ഷൻ അത് ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ. ചിലപ്പോൾ അവർ വിരിച്ചിടുമ്പോൾ ഇത് മടങ്ങിയായിരിക്കുന്നെങ്കിൽ ആ ഒരു മടക്കത്തിലെ പ്രിൻറ്റിങ് നടക്കത്തുള്ളൂ കേട്ടോ. അതൊന്നും ഒരു ഡാമേജ് ആയിട്ട് കണക്കാക്കരുതേ. അതായത് ഇതും ഒരു ബ്ലാക്ക് ബേസ് ആയിട്ട് നമുക്ക് കൂട്ടാവേ. ബ്ലാക്കിന് ഒരു ഓഫ് വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, മസ്റ്റാർഡ് യെല്ലോ ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ പിന്നെ ഇത് റെഡ്, നല്ല റെഡിഷ് മെറൂൺ ബേസാണ് കേട്ടോ. നല്ല ഡാർക്ക് റെഡിൻ്റെ ബേസിലാണ് വരുന്നത്. ഇങ്ങനെ ഇതും ബ്ലാക്ക് ബേസിലാണ് വരുന്നത് കേട്ടോ. $850 പ്ലസ് കൊറിയർ എന്നുള്ള റേറ്റിലാണ് നമുക്കിത് വരുന്നത്. ഇതൊക്കെ എവർ ടൈം ട്രെൻഡാണ് കേട്ടോ. എപ്പോഴും ഇതൊക്കെ എന്നും ഇത് നല്ല റെഡിഷ് മെറൂൺ ബേസിലാണ് വരുന്നത്, നല്ല ഡാർക്ക് റെഡിൽ.
2.40 മീറ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. 2.50 വിത്ത് 45-47 ഇഞ്ചിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് മെറ്റീരിയൽ ഡീറ്റെയിലിങ്ങും വരുന്നത്. ഇതൊരു ഗ്രീൻ ബേസ് ആണ് കേട്ടോ, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നല്ല ഡാർക്ക് മസ്റ്റാർഡിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു മസ്റ്റാർഡും അതുപോലെ തന്നെ റെഡും എല്ലാം കൂടി കോമ്പിനേഷനായിട്ടൊരു കുറച്ചൊരു ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ബോർഡർ ഡീറ്റെയിലിങ്ങും വന്നേക്കുന്നത്. ഇതൊക്കെ നാച്ചുറൽ ഡൈയിങ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കളർ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കുറച്ച് അജ്രക്കിലൊക്കെ വരുന്നത് പോലെ തന്നെ ആ ഒരു 2-3 കളർ കോമ്പിനേഷൻസിലാണ് കേട്ടോ വരുന്നത്. നാച്ചുറൽ ഡൈ അല്ലേ വരുന്നത്. ചില കസ്റ്റമേഴ്സ് വരെ റെഡ് എൻ്റെ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ആ ഒരു ബേസ് ഉണ്ട്. അപ്പം നമുക്ക് വേറെ പ്രിൻ്റ് നോക്കി എടുത്തോളൂ കേട്ടോ, പ്രിൻ്റ് വ്യത്യാസം നോക്കി എടുത്തോളൂ കേട്ടോ. നല്ലൊരു റെഡിൻ്റെ ബേസിൽ നമുക്ക് കൂട്ടാം കേട്ടോ. അതാ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ ഷെയ്ഡ് നമ്മൾ ഫസ്റ്റ് കണ്ടായിരുന്നു. ഇതാ ഇങ്ങനെ ഇതിനകത്ത് റെഡിൻ്റെ കോമ്പിനേഷൻ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റിനകത്ത് വേറൊരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഫസ്റ്റിനകത്ത് എന്നാണ് വ്യത്യാസം വരുന്നത്, ബ്ലാക്ക് കൂടുതലാണെന്ന് തോന്നുന്നു ഫസ്റ്റിൽ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നമ്മുടെ വീഡിയോസിന് ചെറിയൊരു ചേഞ്ച് മീൻസ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ വീഡിയോസ് ഉള്ള പോലെ തന്നെ നമ്മൾ ആ ഒരു ഓർഡറിലാക്കിയ സമയത്ത് തന്നെ നമ്മൾ വെനസ്ഡേ സാറ്റർഡേ നമ്മളൊരു ഓർഡറിലാക്കിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി തൊട്ട് വെനസ്ഡേ സാറ്റർഡേ എന്നുള്ള ഓർഡറിലായിരിക്കും പോകുന്നത് 7 PM കേട്ടോ. ഞാൻ ഈയിടെ ഒരു ചെറിയ മാറ്റത്തിൽ വരുത്തിയായിരുന്നു. മൺഡേ വെനസ്ഡേ ഫ്രൈഡേ എന്നാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തം യാതൊരു ഓർഡറില്ല വീഡിയോസൊന്നും ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് കേട്ടോ വെനസ്ഡേ സാറ്റർഡേ എന്ന് ആക്കിയത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോസൊക്കെ ചെക്ക് ചെയ്തോളൂ, സ്ക്രീൻഷോട്ട് അയച്ചോളൂ. കഴിവുന്ന സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രമിക്കണേ. പിന്നെ അപ്പം എന്നിട്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്തോളൂ പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊരു അക്കൗണ്ട് ഉണ്ട്, ഒരുപാട് ആക്റ്റീവ് അല്ല അതിനകത്ത്. അപ്പോൾ ഫോളോ ഒന്ന് ചെയ്തേക്കണേ.